നിനക്ക് എന്തിട്ടാണ് സലിംക വേണ്ടിയേ? പറ. പറയല്ലേ? ഇവനെന്താ ആദ്യമായിട്ട് വായിൽ ഓർക്കാണോ? എന്താടാ? അയ്യോ എതുക്കതല്ല, വെറുതെ ഒന്ന് ചൊന്നിയാ പോരെ, സലിക്ക് ഉണ്ടാക്കി തരില്ലേ? உங்களோட டேஸ்ட் எதுவும் எனக்கு தெரியாது. குடிச்சு பாருங்க, சக்கரை ஜாஸ்தியா இருக்கா இல்லையான்னு. എന്തൊരു മനോഹാരിത! ഉമ്മച്ചിയുടെ അതേ കൈപ്പുണ്യം, അതേ കടുപ്പം, അതേ മധുരം, കറക്റ്റാ. ശരിയാട്ടോ, ചായ പൊളിച്ചിക്കണ്. இந்த மாதிரி ചായ എന്നോട് ലൈഫിൽ ഞാൻ കുടിക്കില്ല. താങ്ക്സ് അണ്ണാ. നന്ദി മോളെ. വിളിച്ചത് കേട്ടല്ലോ, അണ്ണാന്ന്. That means bro, സഹോദരൻ. മാറേ, എല്ലാ ഇന്ത്യക്കാരും സഹോദരി സഹോദരന്മാരാന്നുണ്ട് അവർ തമ്മിൽ കല്യാണം കഴിക്കണില്ലേ? അതുകൊണ്ട് എന്നിൽ നിന്ന് കൂടുതൽ മാന്യതൊന്നും പ്രതീക്ഷിക്കണ്ട കേട്ടോ. വൃത്തിയായിട്ട ചായ നീ പല്ല് കഴിക്കാത്തോണ്ടായിരിക്കും. ഇയാളുടെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നന്നാവൂല. ഇക്കയാണത്ര ചാറ്റ. അതെ, ഈ ചായയും ചോറൊക്കെ ഉണ്ടാക്കി ഇവിടെ തന്നെ നിർത്താനാണ് പരിപാടി? ബാറിലൊന്ന് അന്വേഷിച്ചിട്ട് പറഞ്ഞേച്ചാ പോരെ. ഈ ബാറ് പബ് എന്ന് പറഞ്ഞ കുട്ടിക്കളിയല്ല, പിന്നെ മദ്യപിക്കാനുള്ള സ്ഥലമാണ് അല്ലേ? അണ്ടർവേൾഡ് ആണ്, അണ്ടർവേൾഡ്. ഇവളെങ്ങനെ നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം ഇവന്റെ അണ്ടർവെയർ മാതിരിയോ തോള വീഴും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളെ എവിടെ വെച്ചാൽ കൊണ്ടുവന്നാക്ക്. ഇപ്പൊ മനസ്സിലായോ ഞാനൊരു ചേറ്റയല്ലാന്ന്? ചേറ്റകളെ ജീവട്ടാ, ചിലപ്പോ തോന്നുന്നു ഇയാള് തത്വജ്ഞാനിയാണെന്ന്, ചിലപ്പോ കാമപ്രാന്തനാണെന്ന്. ശരിക്കും ഇയാളാരാ? ചേറ്റ. അതെ, അധികം സെന്റിമെന്റ്സ് ഒന്നും വേണ്ട, പറഞ്ഞു വിട്ടേക്ക്. അതാണ് നമുക്ക് നല്ലത്. 300. വാ. ഹലോ. ശീഘ്രം പോലീസ് സ്റ്റേഷനിൽ പോയി സറണ്ടർ ആവണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം. പക്ഷെ പിന്നെ എന്നെ ചെയ്യണമെന്ന് കേട്ടാ അത് ഞങ്ങൾക്ക് தெரியாது. இந்த மாதிரி സിറ്റുവേഷനിൽ കുട്ടിയെ സഹായിക്കാനുള്ള ഒരു ബന്ധവും കഴിയുമെന്ന് ഞങ്ങൾക്കില്ല. ചുമ്മാ സമാധാനിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ചൊല്ലിയിട്ട് കാര്യമില്ലല്ലോ അല്ലേ? ഏതായാലും ഒന്നുകൂടെ യോജിച്ചൊരു മുടിവെടുത്താൽ പോതും. ഇത് വെച്ചോളൂ. ஐயோ அது வேணாம். நேற்று நைட்டு இங்கே தங்க இடம் கொடுத்தது தான் பெரிய ஹெல்ப். அது போதும். ரொம்ப താങ്ക്സ്. അല്ല, ഇത് വെച്ചുക്കോ. എവിടെയെങ്കിലും എന്തെങ്കിലും പാക്കത്തൊക്കെ ഭാഗ്യം കിടച്ചാ അപ്പ തിരുപ്പി വാങ്ങിച്ചോളാം. അല്ല സലിമിക്ക? അതെ, ഒന്നിലും നമുക്ക് 4 ആൾക്കാരോട് പറയാലോ ശ്രീലങ്കക്കാരെ നമുക്ക് കാശ് തരാണ്ടെന്ന്. അതെ ജീവട്ടാ, ഈ ടൈമിൽ പുറത്ത് ഫുള്ള് ആൾക്കാരായിരിക്കട്ടോ. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇടങ്ങാറാവും. ശരിയാ, കൊഞ്ചം ടൈം കഴിഞ്ഞ് പോണാ പോതും. അപ്പൊ ശരി, വീണ്ടും പാക്കാന്ന് പറയുന്നില്ല, പാക്കുമ്പോ പാക്കാം. നേരെ നോക്കി നടന്നാൽ ഒരു വീഴ്ച ഒഴിവാക്കാം. എന്താ സലിമിക്ക, രാവിലെ തന്നെ പച്ചകളെല്ലാം കൂടെ ലഡുവായിട്ട് ഇറങ്ങിയിരിക്കുന്നു. യുവമാര് ലഡുവും പച്ചയാക്കിയോ? പടച്ചോനറിയാം, പാകിസ്ഥാൻ വല്ല ക്രിക്കറ്റും ജയിച്ചിട്ടുണ്ടോ? വേറെന്ത് ജയിക്കാൻ? താങ്ക് യു. ये क्या खुशखबरी है? बेटे को काम मिला है पाकिस्तानी आर्मी में. ഓഹോ, നമ്മളെ കൊല്ലാനുള്ള ലഡു ആയിരുന്നല്ലേ? ये क्या बोले सर? ये हम हिंदुस्तानियों को मारने का लड्डू है न. अरे नहीं सर, अब हमारे बीच में क्या हिंदुस्तानी और क्या पाकिस्तानी. हम यहाँ रोजी रोटी के लिए आए हैं. दोस्त है, दोस्त रहेंगे. അതെ അതെ, അതാ നല്ലത്. ജീവൻ ഭായ്, ഗാഡി റെഡി. ആ അഭി ആയ. അതെ, നിങ്ങൾ ആ പേപ്പേഴ്സ് കളക്ട് ചെയ്ത് ഇവിടെ നിൽക്കേ, ഞാൻ പോട്ടെ. ശത്രുരാത്രി ഒറ്റയ്ക്കാക്കിട്ട് പോലടാ. എന്താ കേട്ടോ? 94.7 FM, the color of music. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന കൂട്ടുകാർ അല്ലെങ്കിൽ നമ്മുടെ കൂടെ കിടന്നുറങ്ങുന്ന റൂംമേറ്റ്സ്, അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്കൊരു പണി തന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഫോൺ എടുത്തിട്ട് എന്നെ ഒന്ന് വിളിക്കേണ്ട നമ്പർ 556778. ഇത് റേഡിയോ റെഡ് 94.7 FM, the color of music. ഹലോ, എന്താടാ? അതെ,
നീ ഇപ്പൊ എന്തിനാ വിളിച്ചെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ എങ്ങനെ വഴിതെറ്റി വിലയിലേക്ക് എത്തിയോന്ന് അറിയാനല്ലേ? ശ്ശേ. നീ പേടിക്കണ്ടടാ, ഞാൻ അജ്മാനിലേക്ക് പോണ വഴിയാ. പിന്നെ ഇതിനു വേണ്ടി കുമാരനെ കൂടെ വിളിച്ച് കാശ് കളയാൻ നിൽക്കണ്ട. അതേണ്ടി എൻ്റെ കൂടെ ഉണ്ട്. അവന്റെ കമ്പനിയുടെ ഓട്ടാടാ. അവന്റെ കമ്പനിയുടെ ഓട്ടം ഇപ്പൊ സലീമയ്ക്കേക്ക് മാത്രമേ ഉള്ളല്ലേ? അവനോടെ ഞാൻ കണ്ടോളാന്ന് പറഞ്ഞേക്ക്. ആ, നീയും നിനക്ക് കിട്ടുന്നൊന്നും മറ്റുള്ള ആർക്കും കൊടുക്കാറില്ലല്ലോ. അതൊക്കെ പോട്ടെ, ഇവിടുന്ന് വന്നൊരു പെണ്ണിന് വേണ്ടി നീ ഇത്ര ടെൻഷൻ അടിക്കുന്ന കാണുമ്പോ മോനെ ജീവ, ഇത് ആപത്തിലേക്കുള്ള പോക്കാട്ടോ. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, സൂക്ഷിച്ചോ. പോടോ ഇക്കച്ചറ്റെ. ആ വെച്ചോ, ഒന്ന് പേടിപ്പിക്കണമെന്നല്ല. ജീവേട്ടാ, ഇന്നെന്താ നേരത്തെ ആണല്ലോ? എന്താന്നറിയില്ല, ഒരു തലവേദന. ഒന്ന് കിടന്ന് ഉറങ്ങണം. ഇങ്ങടെ വില്ലയില് വേറെ ആരെങ്കിലും ഉണ്ടാ? ഏയ് ഇല്ല. എന്തേ? ഞാൻ ആ 36-ലെ പഞ്ചാബിന്റെ വീട്ടില് ഫുഡായിട്ട് പോകുമ്പോ ഒരു പെണ്ണുങ്ങടെ സൗണ്ട് കേട്ടിക്കണ്. കേട്ടല്ലേ? ആ, ഞങ്ങളും കേട്ടിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ഒച്ചപ്പാടും ബഹളമൊക്കെ. പണ്ട് ഇവിടെ ഒരു പെൺകുട്ടി തൂങ്ങിച്ചത്തിട്ടുണ്ടെന്ന് ബഷീർക്ക പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് പ്രേതങ്ങളും പിശാചുകളും ഒന്നും വിശ്വാസമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ ഐറ്റങ്ങളുടെ സ്വഭാവം എപ്പോഴാ മാറി നമ്മളെ ഉപദ്രവിക്കാൻ വരുന്ന പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇല്ലാത്തപ്പോ നീ അധികം ഇവിടെ കിടന്ന് കറങ്ങണ്ട. എന്താ കാര്യം എന്ന് വെച്ചാല് ഇതുങ്ങൾ വന്നിട്ട് ഇങ്ങനെ അല്ല ഞാൻ പറയട്ടെ. അല്ല, നിങ്ങള് റെസ്റ്റ് എടുത്തോളി. என்னங்க? போவலையா? அது வந்து ட்ரெஸ்ஸை வாஷ் பண்ணி போட்டிருந்தேன், காஞ்சிடுச்சு. இப்போ போயிடுவேன். சாரி, அதனால தான் உங்க ட்ரெஸ்ஸு. അത് കുഴപ്പമില്ല, ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. இதெல்லாம் எப்படி? நீங்க கொடுத்த காசுல தான் பக்கத்து கடையில இருந்து பொருள்லாம் வாங்கி சமைச்சேன். ஐயோ, പുറത്തു പോയിന്നാ? ആരെങ്കിലും പാത്താ? கவலைப்பட வேண்டாம், யாரும் பார்க்கல. சாப்பிடலண்டா, சாப்பிடுங்கோ. പിടിക്കുമാണ്ട് തെരിയില്ല, എൻ്റെ ഒരു സ്റ്റൈല്. ചെറുതായിട്ടൊന്ന് സാപ്പിട്ടതാ, സമയത്തിലായില്ലേ? സാരമില്ല, ഒന്ന് കൈവച്ച് നോക്കാം. ശ്രീലങ്കൻ ഫുഡ് എപ്പടിന്ന് പാക്കലാം.